നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മത്സരിക്കണമെന്ന് ഒരേ വാശിയായിരുന്നല്ലോ. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾ എനിക്ക് പറ്റിയ എതിരാളിയല്ലെന്ന്? ഇതോടെ ഒരു പാഠം പഠിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാ കൊള്ളാം. അതല്ല പിന്നെയും വാശി കൊണ്ട് ഇറങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ തോൽപ്പിക്കാൻ തന്നെയാ തീരുമാനം. അന്നെന്നെ വെല്ലുവിളിച്ച കൂട്ടത്തിലെ തല മുട്ടയടിച്ച് പുള്ളികുത്തി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എന്തോ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നിന്റെ വെല്ലുവിളി അതേ അളവിൽ തന്നെ മുഖവിലേക്ക് എടുത്തോണ്ട് ഞാൻ പറയുന്നു, അജയനെ ആതിരെ കൊണ്ട് കെട്ടിക്കും ഞാൻ. സന്ദീപിനെ അനഘയെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയും. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ മുട്ടയടിച്ച് പുള്ളിയും കുത്തി ഞാൻ വന്ന് നിൽക്കും. അപ്പൊ എങ്ങനെയാ? അതിനുള്ള ആളെ വിളിക്കട്ടെ. വലിയ വായിൽ ഓരോന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നതെന്നോ ആരോടാണ് പറയുന്നതെന്നോ ശരിക്കും ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, നടക്കാത്ത കല്യാണത്തിന് വിഡ്ഢിവേഷം കെട്ടാൻ നിൽക്കരുതെന്ന്. ചേച്ചിയുടെ ഉറപ്പിൽ ധൈര്യമായിട്ട് ഓരോന്നും ചെയ്യാൻ. നിന്റെ പേര് ആതിരയെന്നും നിന്റെ ചേച്ചിയുടെ പേര് അർച്ചനയെന്നും അല്ലല്ലോ. ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വാക്കൊടുക്കുന്ന ചേച്ചിയും അത് വിശ്വസിക്കുന്ന ഒരു അനിയത്തിയും. കഷ്ടം തന്നെ. നീ പറയുന്നതൊക്കെ ശരിയാ. എല്ലാവരും അറിയിക്കണമെന്ന് പലതവണ എനിക്ക് തോന്നിയിരുന്നു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ മറച്ചു വെക്കുന്നോറും ഇതുപോലെ ഓരോന്ന് ഇനിയും ഉണ്ടാവും. ഇന്ന് രക്ഷപ്പെടുത്തിയതുപോലെ അന്ന് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഇവന്റെ വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാരും അറിയിക്കണമെന്ന് അവൻ പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. അതിനുമുമ്പ് നീ പഴയ പോലെ തിരിച്ചു വരണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. ശരീരത്തുണ്ടായതൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറും എടുത്തി. അവനെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിനപ്പുറം അനുഭവിപ്പിച്ചാലേ മനസ്സിലുള്ളത് മാറും. അത്രയും ഞാൻ അനുഭവിച്ചു, അവൻ അനുഭവിപ്പിച്ചു. അതിനെല്ലാം എനിക്ക് പകരം ചോദിക്കണം. അവൻ തല്ലിയതിനേക്കാൾ കൂടുതൽ വേദന അവന്റെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു. ആതിരെ ഞാൻ വേണ്ടെന്ന് പറയണം, അതായിരുന്നു അവന്റെ ആവശ്യം. എന്നെ അവിടെ കൊന്നെങ്കിലും ഞാനത് പറയില്ലായിരുന്നു. സത്യം പറഞ്ഞ ഏട്ടത്തി, നിങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ സത്യത്തിൽ ഏറ്റവും വിഷമം എനിക്കാ. എന്റെ അനിയത്തിക്ക് വേണ്ടി നീ ഇത്ര അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോ. തന്റെ അനിയത്തി എന്നതിലുപരി ആതിരയവൻ മനസ്സുകൊടുത്ത് സ്നേഹിച്ച ആളല്ലേ. അങ്ങനെ സ്നേഹിക്കുമ്പോ ചിലതൊക്കെ ജീവിതത്തിലേക്ക് വരും, അനുഭവിക്കേണ്ടിയും വരും. ആതിരയ്ക്ക് വേണ്ടി ഇനി എന്ത് വേണേലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ എനിക്ക് ആതിര ആരാണെന്ന് ഇവിടെയും ആതിരയുടെ ആരാണ് ഞാനെന്ന് അവിടെയും ഞങ്ങൾക്ക് പറയാൻ കഴിയണം. സച്ചേട്ടാ,
ഇനി ആലോചിച്ച് വിഷമിച്ചിട്ട് എന്താ കാര്യം? വരാനുള്ളതെല്ലാം വന്നു പോയില്ലേ? അങ്ങനെ സമാധാനിക്കാൻ എനിക്ക് പാടാണ് അർച്ചന. അമ്മ മരിച്ചതിന് ശേഷം ഞാനും അച്ഛനും കൂടി സന്ദീപിനെ സ്നേഹം വളർത്തി വലുതാക്കിയത് അങ്ങനെയാണ്. ഒരിക്കൽ പോലും ദേഹം നോവിക്കാതെ ഞാനും അച്ഛനും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വളർത്തിയെടുത്തവനാ അപ്പുറത്തെ മുറിയില് മുറിവും വേദനയായിട്ട് കിടക്കുന്നത്. സന്ദീപിന് ഇതിങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ അത് സച്ചിയുടെ പരാജയം. സച്ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതേ ഉള്ളൂ. സന്ദീപിന്റെ ദേഹത്ത് പറ്റിയ മുറിവിനേക്കാൾ മുറിവ് പറ്റിയത് അവന്റെ മനസ്സിന്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വേണം ഇപ്പൊ നമ്മൾ ചിന്തിക്കാൻ. വാശിയും വൈരാഗ്യമൊക്കെ പിന്നീടുള്ള കാര്യ. എനിക്കറിയാം സന്ദീപിനെ ഈ ഒരു അവസ്ഥ കാണുന്നത് സച്ചേട്ടന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന്. കുറച്ചു ദിവസമാണെങ്കിലും അവൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പൊ വേണ്ടത് നമ്മുടെ ചെറുക്കനെ പഴയ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാ. സച്ചേട്ടൻ അതിനെക്കുറിച്ച് ആലോചിക്കാം. അർച്ചന, നമ്മളിന്ന് ഡൽഹിയിൽ വെച്ച് ഞാനും താനും സന്ദീപും ആതിരയും കൂടി ഒരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. അത് നമുക്കിപ്പം പ്ലാൻ ചെയ്താലോ? അത് നല്ലൊരു കാര്യം സച്ചേട്ടാ. ഒരു യാത്ര പോയാ എല്ലാം ഒന്ന് റിലാക്സ് ആവുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ആതിരയ്ക്കും അത് വലിയൊരു ആശ്വാസവും. എങ്കിൽ പിന്നെ താൻ തന്നെ അതൊക്കെ പ്ലാൻ ചെയ്യും. നമ്മുടെയും ഈ പ്രഷറൊക്കെ ഒന്ന് കുറയല്ലോ. സച്ചേട്ടാ, ആതിരെ കൊണ്ടുപോണ്ടേ? പിന്നെ കൊണ്ടുപോകാതെ? പക്ഷെ അതെങ്ങനെ സാധ്യമാവും സച്ചേട്ടാ? സാധ്യമാകും. ഇങ്ങനെ നമ്മൾ വിചാരിച്ചതൊക്കെ നിസ്സാരമായി പരിഹാരം കണ്ടില്ലേ നമ്മള്? താൻ നല്ലതുപോലെ ആലോചിക്കാം. എന്നിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം ഉണ്ടാക്കാൻ. എന്റെ മൈൻഡ് ഇപ്പൊ ശരിയല്ലാതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.